അജിത് പവാർ തന്നോട് കാണിച്ച നെറുകേടിന് ശരത് പവാർ എണ്ണി എണ്ണി കണക്കുകൾ തീർക്കും. NCPയിലെ അധികാര തർക്കത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ നിന്നും തിരിച്ചടി നേരിട്ടതിന് പിന്നാലെ ഇതാ താൻ നേതൃത്വം നൽകുന്ന വിഭാഗത്തിന് പുതിയ പേര് നിർദ്ദേശിച്ചിരിക്കുകയാണ് ശരത് പവാർ. നാഷണലിസ്റ്റ് കോൺഗ്രസ് പാർട്ടി ശരത് ചന്ദ്ര പവാർ എന്നതാണ് പുതിയ പാർട്ടിയുടെ പേര്. പാർട്ടിയിലെ അധികാര തർക്കത്തിൽ യഥാർത്ഥ NCP അജിത് പവാർ നയിക്കുന്ന വിഭാഗമാണെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു. ഇതോടൊപ്പം തന്നെ ശരത് പവാറിന്റെ വിഭാഗത്തിനോട് പുതിയ പേര് നിർദ്ദേശിക്കാനും നിർദ്ദേശിച്ചിരുന്നു. 1999 കോൺഗ്രസിൽ നിന്നും തെറ്റിപ്പിരിഞ്ഞപ്പോൾ ശരത് പവാർ രൂപീകരിച്ച പാർട്ടിയായിരുന്നു NCP. എന്നാൽ വർഷങ്ങൾക്കിപ്പുറം മരുമകൻ അജിത് പവാർ തന്നെ പാർട്ടി പിളർത്തി BJP പാളയത്തിലേക്ക് പോയതോടെ NCP എന്ന പാർട്ടിയും ശരത് പവാറിന് നഷ്ടമാകുകയായിരുന്നു. NCPയുടെ തെരഞ്ഞെടുപ്പ് ചിഹ്നമായ ക്ലോക്കും പതാകയും അജിത് പവാറിന് അനുവദിച്ചിട്ടുണ്ട്. അതേസമയം NCP ശരത് ചന്ദ്ര പവാറിന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇതുവരെ ചിഹ്നം അനുവദിച്ചിട്ടില്ല. ഉദയസൂര്യൻ, കണ്ണട, ആൽമരം തുടങ്ങിയവയാണ് പരിഗണനയിൽ. പാർട്ടി പിളർന്നതോടെ മഹാരാഷ്ട്രയിൽ NCPയിലെ 53 MLA-മാരിൽ 40 പേരും 9 MLC-മാരിൽ 5 പേരും അജിത് പക്ഷത്തായിരുന്നു. ഇതോടെയായിരുന്നു പാർട്ടിയുടെ പേരും ചിഹ്നവും അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് അജിത് വിഭാഗം കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന് മുൻപാകെ അപേക്ഷ നൽകിയത്. സമാനമായ തർക്കം നേരിട്ട ശിവസേനയിലെ കേസിൽ ഷിൻഡെ പക്ഷത്തിനായിരുന്നു തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പേരും ചിഹ്നവും അനുവദിച്ചിരുന്നത്. 6 മാസത്തിനിടെ 10-ലധികം ഹിയറിംഗുകൾ നടത്തിയതിനു ശേഷമാണ് അജിത് പവാറിന്റെ വിഭാഗത്തിന് അനുകൂലമായി NCPയിലെ തർക്കം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പരിഹരിച്ചിരിക്കുന്നത്. NCP പിളർന്നതോടെ ശരത് പവാറിനെ പാർട്ടിയുടെ അധ്യക്ഷ സ്ഥാനത്ത് നിന്നും അജിത് പവാർ പക്ഷം നീക്കിയിരുന്നു. NCP പിളർത്തി ഭരണപക്ഷമായ BJPയുമായി കൈകോർത്ത അജിത് പവാർ വിഭാഗത്തിന് അനുകൂലമായി വിധി വന്നേക്കുമെന്ന പ്രതീക്ഷ നേരത്തെ തന്നെ ഉണ്ടായിരുന്നു. നേരത്തെ ശിവസേനയിലും സമാനമായ വിധിയായിരുന്നു വന്നത്. എതിർപക്ഷത്തെ അയോഗ്യരാക്കണമെന്ന ഉദ്ധവ് താക്കറെയുടെ ആവശ്യം തള്ളിയതിനു സമാനമായി ശരത് പവാറിന്റെ ആവശ്യവും തള്ളുകയായിരുന്നു. അതേസമയം ഇതിനിടയിൽ ഏക്നാഥ് ഷിൻഡെ, ദേവേന്ദ്ര ഫഡ്നാവിസ് സർക്കാരിൽ ഉപമുഖ്യമന്ത്രിയായി അധികാരമേറ്റ അജിത് പവാറിന്റെ ക്യാമ്പിൽ നിന്ന് കൊഴിഞ്ഞുപോക്ക് നടന്നിരുന്നു. പാർട്ടിയിലെ പിളർപ്പിനു പിന്നാലെ ഇരുവിഭാഗങ്ങളും എതിർപക്ഷത്തുള്ള നേതാക്കൾക്കെതിരെ അന്ന് പരസ്പരം അച്ചടക്ക നടപടികൾ പ്രഖ്യാപിച്ചിരുന്നു. അജിത് പവാറിനൊപ്പം ചേർന്ന മുതിർന്ന MP-മാരായ പ്രഫുൽ പട്ടേലിനെയും സുനിൽ തത്കറെയെയും ശരത് പവാർ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയിരുന്നു. അതേസമയം ജയന്ത് പാട്ടീലിനെ NCP സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് നീക്കി സുനിൽ തത്കറെയുടെ മകൾ അദിതി തത്കറയെ പുതിയ അധ്യക്ഷയായി നിയമിച്ച് അജിത് പവാർ പക്ഷവും തിരിച്ചടിക്കുകയുണ്ടായി. അജിത് പവാറിനെയും അദ്ദേഹത്തോടൊപ്പം മന്ത്രിമാരായി സത്യപ്രതിജ്ഞ ചെയ്ത മറ്റ് 8 NCP MLA-മാരെയും അയോഗ്യരാക്കണമെന്നാവശ്യപ്പെട്ട് ശരത് പവാർ വിഭാഗം നിയമസഭാ സ്പീക്കർക്ക് 2 അപേക്ഷകൾ സമർപ്പിച്ചിരുന്നു. ജയന്ത് പാട്ടീലിനെയും നിയമസഭയിലെ പ്രതിപക്ഷ നേതാവായി നിയമിച്ച ജിതേന്ദ്ര ആഹാദിനെയും അയോഗ്യരാക്കണമെന്നാവശ്യപ്പെട്ട് അജിത് പവാർ വിഭാഗവും സ്പീക്കർക്ക് മുൻപാകെ അപേക്ഷ നൽകിയിരുന്നു. തന്റെ നേതൃത്വത്തിലുള്ളതാണ് യഥാർത്ഥ NCP എന്നും പാർട്ടിയും പാർട്ടിയുടെ തെരഞ്ഞെടുപ്പ് ചിഹ്നവും തന്റെ വിഭാഗത്തിന് അവകാശപ്പെട്ടതാണെന്നും അജിത് പവാർ പാർട്ടി വിട്ടതിനു ശേഷം വാദിച്ചിരുന്നു. NCP അധ്യക്ഷൻ ആരെന്ന ചോദ്യത്തിന് ശരത് പവാർ പാർട്ടിയുടെ ദേശീയ അധ്യക്ഷനാണെന്ന കാര്യം നിങ്ങൾ മറന്നോ എന്നായിരുന്നു അജിത് പവാർ അന്ന് മറുപടി നൽകിയത്. ഏതായാലും ശരത് പവാറിനെ മുട്ടുകുത്തിക്കാൻ കളിക്കുന്ന പൊറാട്ടു നാടകങ്ങൾ മാസങ്ങൾക്ക് മുൻപേ അരങ്ങേറിയിട്ടുണ്ടെന്ന് നിസ്സംശയം പറയാം.